കൂളോംസ് ലോ പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മെ സഹായിക്കുന്നു. അതിന് സിമിലറായി മാഗ്നറ്റിസത്തിൽ ബയറ്റ് സവാർട്ട് ലോ പോയിന്റ് കറന്റ് എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ സഹായിക്കുന്നു. എന്നാൽ സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ ഗോസസ് ലോ ഉപയോഗിക്കുന്നു. ഇതിന് സമാനമായി സിമെട്രിക് സിറ്റുവേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ് ആംബിയസ് സർക്യൂട്ടൽ ലോ ഉപയോഗിക്കുന്നത്. ഇവിടെ 3 കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ സ്പേസിൽ എവിടെയെങ്കിലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് വരയ്ക്കാനാണ് ആംബിയസ് ലോ ആദ്യം പറയുന്നത്. പിന്നീട് ഇഷ്ടമുള്ള ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാനും ആ ഡയറക്ഷനിൽ ലൂപ്പിലൂടെ സഞ്ചരിക്കാനുമാണ് അടുത്തതായി പറയുന്നത്. കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൂപ്പിന് ചുറ്റും ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. ആംബിയസ് ലോ അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ ലൂപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ പോയിന്റിലും വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആ പോയിന്റിന് ടാൻജന്റായി ഡയറക്റ്റ് ചെയ്യുന്ന dl എന്ന ചെറിയ ലെങ്ത് വെക്ടറിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കാണാനാണ്. ഇങ്ങനെ ഓരോ പോയിന്റിലും ചെയ്തതിനു ശേഷം അതിന്റെ എല്ലാം സമ്മേഷൻ അതായത് ഇന്റഗ്രേഷൻ കാണാനാണ് അടുത്തതായിട്ട് പറയുന്നത്. ആംബിയസ് ലോ പ്രത്യേകം പറയുന്ന വേറൊരു കാര്യം നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് തന്നെ ആയിരിക്കണം എന്നാണ്. ഈ രീതിയിലുള്ള ഒരു ലൂപ്പാണെങ്കിൽ ഈ ലോ വർക്കാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നത്. ആംബിയസ് ലോ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് μ0 ടൈംസ് I എൻക്ലോസ്ഡിന് ഈക്വൽ ആയിരിക്കും എന്നാണ്. ഇതാണ് ആംബിയസ് സർക്യൂട്ടൽ ലോ. ഇവിടെ ഈ എൻക്ലോസ്ഡ് കറന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഈ ലൂപ്പുമായി ഒരു ഇമാജിനറി സർഫസ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഇതിനെ ഒരു സോപ്പ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സോപ്പ് ഫിലിം രൂപപ്പെടുന്നു. ഇവിടെ പറയുന്ന എൻക്ലോസ്ഡ് കറന്റ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിലൂടെ കടന്നു പോകുന്ന കറന്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാമ്പിളിൽ ആംബിയസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്. കാരണം രണ്ട് കറന്റിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലൂപ്പിന്റെ ഏത് ഡയറക്ഷനിലേക്കാണോ സഞ്ചരിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സിനെ കേൾ ചെയ്യുകയും ചെയ്യുമ്പോൾ തമ്പിന്റെ ഡയറക്ഷനിലേക്ക് ഒഴുകുന്ന കറന്റിനാണ് പോസിറ്റീവ് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ I2 ആയിരിക്കും പോസിറ്റീവ്. വേറൊരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയും ആംബിയസ് ലോ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ലൂപ്പിന്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ എല്ലാ കറന്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്നാൽ ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ I3 എന്ന കറന്റിനെ പരിഗണിക്കാതിരിക്കാൻ കാരണം ഈ ലൂപ്പിൽ എൻക്ലോസ് ചെയ്യപ്പെടാത്ത I3 എന്ന കറന്റ് പ്രൊവൈഡ് ചെയ്യുന്ന B.dl ന്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ 0 ആയതിനാലാണ്.